Hello friends, it's me Ansi and welcome back to my channel. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷനാണ് തുടങ്ങുന്നത്. തിയറി ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഓൾറെഡി ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും. തിയറി പോർഷനെല്ലാം നമ്മളൊരു 4-5 വീഡിയോ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 തൊട്ട് 15 ക്വസ്റ്റ്യൻസ് ഒരു ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ബാക്കിയൊക്കെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇതൊന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാനും പറ്റും. ഒത്തിരി ലെങ്ത് ഉള്ള വീഡിയോ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. First question, malformation of the spine in which the posterior portion of the lamina of one or more vertebra fails to fuse with or without defective development of the spinal cord is called. Option A, rachis. Option B, encephalocele. Option C, spina bifida. Option D, ancephaly. ഇതിൻ്റെ ആൻസർ ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. Malformation of the spine in which posterior portion laminella of one or more vertebra fuse and fail ആവുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ കോഡിന് ഒരു ഡിഫക്റ്റും ഉണ്ടാവുന്നു. ഓപ്ഷൻ എ റാച്ചിസൈസിസ് ആണ് കറക്റ്റ് ആൻസർ. റാച്ചിസൈസിസ് എന്ന് പറയുന്നത് ഇസ് എ ഡെവലപ്മെൻറ്റ് ബർത്ത് ഡിഫക്റ്റ് ഇൻവോൾവിങ് ദ ന്യൂറൽ ട്യൂബ് വിച്ച് ഒക്കേഴ്സ് ഇൻ യൂട്രോ. നമ്മുടെ യൂട്രയിൽ വെച്ചുണ്ടാകുന്ന ഒരു ബർത്ത് ഡിഫക്റ്റ് ആണ്. യൂഷ്വലി ഇവിടെ ന്യൂറൽ ട്യൂബൊക്കെ ഫോം ചെയ്യുന്ന ഒരു 27th ഡേ ആണ്. ഇൻട്രാ യൂട്രയിലെ 27th ഡേയിലാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആണ് റാച്ചിസൈസിസ്. ഇനി എൻസെഫലോസീൽ, അതിന് മറ്റൊരു പേരാണ് ക്രേനിയം ബൈഫിഡം. ഓക്കെ, ഇതും ഒരു ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആണ്. നമ്മുടെ ബ്രെയിനിൽ ഒരു സാറ്റലൈറ്റ് പ്രൊട്രൂഷൻ ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? ബ്രെയിനിലുണ്ടാകുന്ന പ്രൊട്രൂഷനാണ് നമ്മൾ എൻസെഫലോസീൽ അല്ലെങ്കിൽ ക്രേനിയം ബൈഫിഡോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആൻകെഫാലി എന്നും പറയാം, ആൻസെഫാലി എന്നും പറയാം. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് ആൻസെഫാലി എന്നാണ് കേട്ടോ. ആൻകെഫാലി ഈസ് എ ആബ്സെൻസ് ഓഫ് ഒരു ബ്രെയിനിൻ്റെ മേജർ പോർഷൻ, ബ്രെയിനിൻ്റെയോ സ്കള്ളിൻ്റെയോ സ്കാൾപ്പിൻ്റെയോ ഒക്കെ ഒരു മേജർ പോർഷൻ മിസ്സാവുന്നതിനാണ് ആൻസെഫാലി എന്ന് പറയുന്നത്. ഇനി സ്പൈന ബൈഫിഡ നമുക്കറിയാമല്ലോ, വെർട്ടബ്രൽ കോളത്തിൻ്റെ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നതിനാണ് സ്പൈന ബൈഫിഡ എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഉണ്ട്, സ്പൈന ബൈഫിഡ ഒക്കൾട്ട ആൻഡ് സ്പൈന ബൈഫിഡ സിസ്റ്റിക്ക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ഇത് ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് കേട്ടോ. ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. നെക്സ്റ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്നബിലിറ്റി ടു ക്യാരി ഔട്ട് നോർമൽ ആക്ടിവിറ്റി ഡെസ്പിറ്റ് ഇൻടാക്റ്റ് മോട്ടോർ ഫങ്ഷൻ. നോർമൽ ആക്ടിവിറ്റി ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ അവിടെ മോട്ടോർ ഫങ്ഷനൊക്കെ ഇൻടാക്റ്റ് ആണ്. അതിനെന്താണ് പറയുക? ഓപ്ഷൻ എ ആൻഹിഡോണിയ. ഓപ്ഷൻ ബി അപ്രാക്സിയ. ഓപ്ഷൻ സി അപ്പത്തി. ഓപ്ഷൻ ഡി അംനേഷ്യ. ഓപ്ഷൻ ബി അപ്രാക്സിയാണ് കറക്റ്റ് ആൻസർ. ആൻഹിഡോണിയ എന്ന് പറഞ്ഞാൽ ഇന്നബിലിറ്റി ടു എക്സ്പീരിയൻസ് പ്ലഷർ. നമുക്ക് മുൻപ് നമ്മൾ സന്തോഷം കണ്ടെത്തിയ കാര്യങ്ങളിൽ നമുക്കിപ്പോൾ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. അതാണ് ആൻഹിഡോണിയ, ഇന്നബിലിറ്റി ടു എക്സ്പീരിയൻസ് പ്രഷർ. അപ്പതി എന്ന് പറയുമ്പോൾ ഇസ് എ സ്റ്റേറ്റ് ഓഫ് ഇൻഡിഫറൻസ് ഓർ സപ്രഷൻ. നമ്മുടെ ഇമോഷനെല്ലാം സപ്രസ് ചെയ്തിരിക്കുന്നൊരു അവസ്ഥ. അംനേഷ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മെമ്മറി ഡെഫിസിറ്റ് ആണല്ലേ. ബ്രെയിൻ ഡാമേജോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ട്രോമയൊക്കെ കാണാൻ നമുക്കുണ്ടാവുന്ന ഒരു മെമ്മറി ലോസ് ആണ്, അല്ലെങ്കിൽ മെമ്മറിക്ക് ഉണ്ടാകുന്ന ഒരു ഡെഫിസിറ്റാണ് അംനേഷ്യ. അപ്രാക്സി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഇന്നബിലിറ്റി ടു എക്സിക്യൂട്ട് കംപ്ലീറ്റ് കോർഡിനേറ്റ് മൂവ്മെൻറ്റ് വിത്തൗട്ട് മസ്കുലർ ഓർ സെൻസറി ഇമ്പയർമെൻറ്റ്. എന്തെങ്കിലും ഒരു ബ്രെയിൻ ഡാമേജ് കാരണം ഉണ്ടാകുന്നൊരു ഇഷ്യൂ ആണ് അപ്രാക്സിയ. മോട്ടോർ ആക്ടിവിറ്റി ഒക്കെ നോർമലാണ്, പക്ഷേ ബ്രെയിൻ ഡാമേജ് കാരണം നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് അപ്രാക്സിയ. തേർഡ് ക്വസ്റ്റ്യൻ, what should the nurse do first when a male client is having a tonic-clonic seizure? ഒരു മെയിൽ പേഷ്യൻറ്റിന് ടോണിക്-ക്ലോണിക് സീഷർ വരുമ്പോൾ ഒരു നഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഓപ്ഷൻ എ റീസ്ട്രെയിൻ ക്ലയൻറ്റ്. ഓപ്ഷൻ ബി എലിവേറ്റ് ഹെഡ് എൻഡ് ഓഫ് ബെഡ്. ഓപ്ഷൻ സി പ്ലേസ് എ ടങ് ബ്ലേഡ്. ഓപ്ഷൻ ഡി ടേക്ക് മെഷേഴ്സ് ടു പ്രിവെൻറ്റ് ഇഞ്ചുറി. എന്താണ് ചെയ്യേണ്ടത്? റീസ്ട്രെയിൻ ചെയ്യണോ, ഹെഡ് എൻഡ് എലിവേറ്റ് ചെയ്യണോ, മൗത്തിലൊരു ടങ് ബ്ലേഡ് പ്ലേസ് ചെയ്യണോ, അതോ ഇഞ്ചുറിയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെഷേഴ്സ് എടുക്കണോ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇഫ് എനി പേഴ്സൺ ഹീസ് എക്സ്പീരിയൻസിങ് ടോണിക്-ക്ലോണിക് സീഷർ, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് നഴ്സിംഗ് ഇൻ്റർവെൻഷൻ ഈസ് ടു എൻഷുർ മെഷേഴ്സ് ടു പ്രിവെൻറ്റ് ഇഞ്ചുറി. ആർക്കായാലും, മെയിലായിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, ഒരു ടോണിക്-ക്ലോണിക് സീഷർ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സൊക്കെ എടുക്കുക. പ്രോപ്പർ പൊസിഷനൊക്കെ കൊടുക്കുക, എൻവയോൺമെൻറ്റ് സേഫ് ആണോ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ,
The fourth question, a person present in emergency on examination, he is found to open the eyes only on painful stimuli. Eye open ചെയ്യുന്നത് പെയിൻഫുൾ സ്റ്റിമുലൈ കൊടുക്കുമ്പോഴാണ്. പിന്നെ ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ്സ് ആണ് പറയുന്നത്. ലിംസൊക്കെ മൂവ്മെൻറ്റ് ഉണ്ട്, പക്ഷേ കമാൻഡ് അനുസരിച്ച് മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിലേത് സ്കോറാണ് നമ്മൾ GCSന് കൊടുക്കുക? ഓപ്ഷൻ 11, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 13. നമ്മൾ GCS ടേബിൾ നോക്കുമ്പോൾ നമുക്ക് ടേബിൾ നോക്കാം. ഓക്കെ, ഐ ഓപ്പണിംഗ് ഓൺ പെയിൻഫുൾ സ്റ്റിമുലൈ 2 പോയിൻ്റ് കൊടുക്കാം. ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ്സ് ആണെങ്കിൽ 3 പോയിൻറ്റ്. ഒബേ കമാൻഡ്സ് ടു മോട്ടോർ റെസ്പോൺസ് 6 പോയിൻറ്റ്. അപ്പം ടോട്ടൽ 11 വരും അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ 11 ആണ് ആൻസർ. GCS ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഒരു 90% GCS നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ GCS ടേബിൾ ഒന്ന് നോക്കി വെച്ചേക്കാം. Next question, uncoordinated movement of the extremity in a patient with a traumatic brain injury is termed as. ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ഒരു പേഷ്യൻ്റ് നമ്മൾ നോക്കുമ്പോൾ എക്സ്ട്രിമിറ്റീസിനൊക്കെ മൂവ്മെൻറ്റ് അൺകോർഡിനേറ്റഡ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് എന്താണ് പറയുക? അൺകോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ഓഫ് ദ എക്സ്ട്രിമിറ്റീസ് ഇൻ എ പേഷ്യൻ്റ് വിത്ത് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ഈസ് ടേംഡ് as. ഓപ്ഷൻ എ അറ്റാക്സിയ, ഓപ്ഷൻ ബി അപ്രാക്സിയ, ഓപ്ഷൻ സി ഡിസ്റ്റോണിയ, ഓപ്ഷൻ ഡി ഡിസ്കൈനേഷ്യ. ഓപ്ഷൻസ് നോക്കി എന്തായിരിക്കും പറയുക? ഓപ്ഷൻ എ അറ്റാക്സിയാണ് കറക്റ്റ് ആൻസർ. ഈ വേർഡ് അറ്റാക്സി എന്ന വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിത്തൗട്ട് കോർഡിനേഷൻ ആണ്. ഓക്കെ, അറ്റാക്സി എന്ന വേർഡ് മീനിങ് എന്ന് പറയുന്നത് വിത്തൗട്ട് കോർഡിനേഷൻ ആണ്. Ataxia is often used to describe symptoms of incoordination which can be associated with infection ആവാം, ഇഞ്ചുറി ആവാം, അല്ലെങ്കിൽ ഒരു ഡീജനറേറ്റീവ് ചേഞ്ചസ് ഇൻ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മൂവ്മെൻറ്റ് ഇൻകോർഡിനേഷൻ നമ്മൾ പറയുന്നതാണ് അറ്റാക്സിയ. ഓക്കെ, ഇനി അറ്റാക്സിയ നമ്മൾ എല്ലാ പാർട്ടിനും അഫക്റ്റ് ചെയ്യാം. ഫിംഗേഴ്സിനെ അഫക്റ്റ് ചെയ്യാം, ഹാൻഡ്സിനെ അഫക്റ്റ് ചെയ്യാം, ആംസിനെ അഫക്റ്റ് ചെയ്യാം, ലെഗ്, ബോഡി, സ്പീച്ച്, ഐ മൂവ്മെൻറ്റ്സ്, ഇങ്ങനെ എല്ലാം പ്ലേസിനെയും നമുക്ക് അറ്റാക്സിയ അഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലൈൻറ്റ് വിത്ത് അറ്റാക്സിയ ഹാവ് പ്രോബ്ലം വിത്ത് കോർഡിനേഷൻ ബിക്കോസ് പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം ഇറ്റ്സ് കൺട്രോൾ ബോഡി മൂവ്. നമ്മുടെ ബ്രെയിനാണ് ബോഡി മൂവ്മെൻറ്റ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നില്ലേ, ബാലൻസിനെയൊക്കെ. അപ്പം ബ്രെയിനൊരു ഇഞ്ചുറി ഉണ്ടാകുമ്പോഴത്തേക്കും അത് നമ്മുടെ മൂവ്മെൻറ്റിൻ്റെയും കോർഡിനേഷനെയൊക്കെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അൺകോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ഓഫ് ദ എക്സ്ട്രിമിറ്റി ഇൻ എ പേഷ്യൻ്റ് വിത്ത് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ഈസ് ടേംഡ് as അറ്റാക്സിയ. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ, which of the following score indicate coma in an adult patient as per Glasgow coma scale? GCS അനുസരിച്ച് ഒരു പേഷ്യൻ്റ് കോമ എന്ന് പറഞ്ഞാൽ അവരുടെ സ്കോർ എത്രയായിരിക്കും? ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 12. എത്രയായിരിക്കും ഇതിൽ സ്കോറ്? നമ്മൾ നോർമലി GCS സ്കോർ ബിലോ 8 ആണെങ്കിൽ കോമയെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുമല്ലേ? GCS സ്കോർ ബിലോ 8 ആണെങ്കിൽ കോമയെന്ന് പറയാം. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മാക്സിമം സ്കോർ 15 ആണ്, 3 ആണ് മിനിമം സ്കോറ്. പിന്നെ 0 നമുക്ക് GCSൽ ആപ്ലിക്കബിൾ ആണോ? ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following activity is increased by sympathetic nervous system? സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആകുമ്പോൾ ഇതിൽ പറയുന്ന ഏതാണ് ഇൻക്രീസ് ആവുന്നത്? ഓപ്ഷൻ എ ഹാർട്ട് റേറ്റ്, ഓപ്ഷൻ ബി സെക്രീഷൻ ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ്, ഓപ്ഷൻ സി സെക്രീഷൻ ഓഫ് സലൈവ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം? സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവിറ്റി ആക്റ്റീവ് ആവുമ്പോൾ ഇതിലേതാണ് ഇൻക്രീസ് ആവുന്നത്? ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഹാർട്ട് റേറ്റ്. നമ്മുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആകുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടും, ബ്രോങ്ക്യോൾസ് എല്ലാം വൈഡനിങ് ആവും, ലങ്സിലെ പീപ്പിൾസ് ഡൈലേറ്റ് ചെയ്യും അല്ലേ? അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ആക്ടിവിറ്റി, അതുപോലെ തന്നെ ഡൈജസ്റ്റ് ജ്യൂസ്, സലൈവ, അതൊക്കെ എന്ത് ചെയ്യും? സ്ലോ ഡൗൺ ആവും. ഓക്കെ, അതൊക്കെ പാരാസിമ്പതറ്റിക് ആക്ടിവിറ്റിയുടെ സംഭവങ്ങളാണ് അല്ലേ ബാക്കിയൊക്കെ? അപ്പം നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, പറയണ്ടല്ലോ ഡീറ്റെയിൽ ആയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പത്തോളജി സീൻ ഇൻ അൽഷിമേഴ്സ് ഡിസീസ് ഈസ് അട്രോഫി ഓഫ്. ഏത് ലോബിൻ്റെ അട്രോഫി കാരണമാണ് അൽഷിമേഴ്സ് ഡിസീസ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ പരേറ്റൽ ആൻഡ് ടെമ്പറൽ ലോബ് ഓഫ് ബ്രെയിൻ, ഓപ്ഷൻ ബി ഫ്രോണ്ടൽ ആൻഡ് ടെമ്പറൽ ബോൺ, ഓപ്ഷൻ സി ഫ്രോണ്ടൽ ആൻഡ് പരേറ്റൽ ലോബ്, ഓപ്ഷൻ ഡി പരേറ്റൽ ആൻഡ് ഒസിപ്പിറ്റൽ ലോബ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. പരേറ്റൽ ആൻഡ് ടെമ്പറൽ ലോബിൻ്റെ അട്രോഫി കാരണമാണ് അൽഷിമേഴ്സ് ഡിസീസ് ഉണ്ടാകുന്നത്. അൽഷിമേഴ്സ് ഡിസീസ് എന്താണ്?
ഇറ്റ്സ് എ പ്രോഗ്രസീവ് ഡീജനറേറ്റീവ് ബ്രെയിൻ ഡിസീസ് അല്ലേ. അത് കാരണം നമ്മുടെ മെമ്മറിയൊക്കെ സ്ലോ ആയിപ്പോവും, നമ്മുടെ തിങ്കിങ് സ്കില്ലൊക്കെ പോവും, അതുപോലെ തന്നെ നമ്മുടെ സിമ്പിൾ ടാസ്കൊക്കെ ചെയ്യാനുള്ള ഒരു എബിലിറ്റി എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അൽഷിമേഴ്സ് ഡിസീസ് അറിയാമല്ലോ, പറയണ്ട. ഓക്കെ, അപ്പോൾ പരൈറ്റൽ ആൻഡ് ടെമ്പറൽ ലോബിൻ്റെ അട്രോഫി കാരണമാണ് നമുക്ക് അൽഷിമേഴ്സ് ഡിസീസ് ഉണ്ടാകുന്നത്. Okay, 9th question, which of the following substance can leads to neurological injury in a newborn known as kernicterus? കെർണിക്റ്ററസ് ഉണ്ടാവുന്നത് കാരണം ന്യൂറോണൽ ഇഞ്ചുറി ഉണ്ടാവില്ലേ, അതിന് ഏത് സബ്സ്റ്റൻസ് കാരണമാണ് നമുക്ക് കെർണിക്റ്ററസ് ഉണ്ടാവുന്നത്? ഓപ്ഷൻ എ ബൈൽ സാൾട്ട്, ഓപ്ഷൻ ബി കോൺജുഗേറ്റഡ് ബിലിറുബിൻ, ഓപ്ഷൻ സി അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ, ഓപ്ഷൻ ഡി ബിലിവെർഡിൻ. ഓപ്ഷൻ എ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ ആണ്. അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ എന്ത് ചെയ്യും? നമ്മുടെ ഈ സർക്കുലേറ്റിംഗ് ബിലിറുബിൻ നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനൊക്കെ ക്രോസ് ചെയ്യും, കാരണം അത് ലിപ്പിഡ് സോലുബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് അത് പെനിട്രേറ്റ് ചെയ്ത് പോയിട്ട് നമ്മുടെ ന്യൂറോണൽ ഗ്ലിയൽ മെംബ്രെയിനൊക്കെ പെനിട്രേറ്റ് ചെയ്ത് ബ്ലഡ് ബ്രെയിൻ ബാരിയറൊക്കെ ക്രോസ് ചെയ്ത് അങ്ങെത്തും. അത് കാരണം എന്ത് സംഭവിക്കും? നമുക്ക് ന്യൂറോളജിക്കൽ ഇഞ്ചുറിയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ അൺകോൺജുഗേറ്റ് ഹൈപ്പർ ബിലിറുബിനീമിയ ഇൻ ന്യൂബോൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ സർട്ടൻ റീജിയനിൽ, അത് പർട്ടിക്കുലർലി ബേസൽ ഗാംഗ്ലിയയിലാണ് കേട്ടോ. ഈ ബിലിറുബിൻ ആണെങ്കിൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്തിരുന്നിട്ട് ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഒക്കെ ഉണ്ടാക്കും, സീഷ്യർ, അബ്നോർമൽ റിഫ്ലക്സ്, പിന്നെ ഐ മൂവ്മെൻറ്റ്സിനൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ന്യൂറോളജിക്കൽ ഇഞ്ചുറി ന്യൂബോൺസിന് ഉണ്ടാകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കെർണിക്റ്ററസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? Next one, damage to which part of the brain leads to Guillain-Barré syndrome, GBS. Guillain-Barré syndrome ഉണ്ടാവുന്നത് നമ്മുടെ ഇതിൽ ഏത് പാർട്ടിന് ഇഷ്യൂ ഉണ്ടാവുന്നത് കൊണ്ടാണ്? ഓപ്ഷൻ എ ബ്രെയിൻ പാരൻകൈമ, ഓപ്ഷൻ ബി പെരിഫറൽ നെർവസ് സിസ്റ്റം, ഓപ്ഷൻ സി സ്പൈനൽ കോഡ്, ഓപ്ഷൻ ഡി തൈറോയ്ഡ് ഗ്ലാൻഡ്. ബ്രെയിൻ പാരൻകൈമ അല്ലല്ലേ, നമ്മൾ ബ്രെയിൻ പാരൻകൈമയ്ക്ക് ഇഞ്ചുറി ഉണ്ടാകുന്നതിന് നമ്മൾ എൻസെഫലൈറ്റിസ് എന്നാണ് പറയുക. നെക്സ്റ്റ് ഓപ്ഷൻ ഏതാ? പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പോൾ നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന് ഇഞ്ചുറി ഉണ്ടാവുന്നതിനെയാണ്, ഇഞ്ചുറി ഉണ്ടായി അത് കാരണമാണ് GBS ഉണ്ടാവുന്നത് അല്ലേ. GBS എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റാപ്പിഡ് ഓൺസെറ്റായിട്ട് മസിൽ വീക്ക്നെസ് ഒക്കെ ഉണ്ടാവുന്നതാണ് കോസ്ഡ് ബൈ ഇമ്മ്യൂൺ സിസ്റ്റം ഡാമേജ്. നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഡാമേജ് ആവുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ് ഗുല്ലിയൻ-ബെയർ സിൻഡ്രോം. ഈ പെരിഫറൽ നെർവ്സിലാണെങ്കിൽ നമ്മൾ മൈലിൻ ഷീത്തിനൊക്കെ ഡാമേജ് ഉണ്ടായിട്ട് അവിടെ മൈലിൻ ഇൻസുലേഷൻ നേരെ നടക്കത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഇഷ്യൂ കാരണം ഉണ്ടാകുന്നതാണ് അല്ലേ GBS. നിങ്ങൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുവാണ്. അപ്പോൾ ഇന്ന് 10 ക്വസ്റ്റ്യൻ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ക്വസ്റ്റ്യൻസ് ഒരു 2 തവണ നിങ്ങൾ കേട്ട് നോക്കാം. നമ്മൾ കേട്ട് ഒന്ന് ഇമേജൊക്കെ കാണുമ്പോഴത്തേക്കും പകുതി കൂടുതലും ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ വർക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡൊക്കെ വർക്കൗട്ട് ചെയ്ത് ദിവസം ഒരു 100 ക്വസ്റ്റ്യനെങ്കിലും ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് ആ ക്വസ്റ്റ്യൻസൊക്കെ തറവാകും. ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ താഴെ ഒരു കുഞ്ഞു ബെല്ലൈക്കണുണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ